ആ ഗണേശ ചതുർത്ഥി ദിവസം ഗണപതിയെ ഉപാസിക്കുകയാണെങ്കിൽ ഗണപതിയുടെ അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. വിനായക ചതുർത്ഥി എന്നത് സൗരമാസ പ്രാധാന്യമായിട്ടാണ് കേരളത്തിൽ ആചരിക്കുന്നത്. ആരോഗ്യം, ഐശ്വര്യം, എല്ലാ സങ്കല്പങ്ങളും ആ ഗണപതി ഹോമത്തിൽ വരുന്നു. അത് 8 ദ്രവ്യങ്ങളായിട്ട് അഷ്ടദ്രവ്യ സമേതവും അല്ലാതെയും സങ്കല്പ രൂപത്തിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഗണപതി സങ്കല്പം എന്ന് പറയുന്നത് എത്ര വിധത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ഏകദേശം ഒരു 51 ഗണപതി സങ്കല്പം എന്നും പറയുന്നുണ്ട്, 64 എന്ന് പറയുന്നു. നിശ്ചിന്ത്യോ നിരഹങ്കാര നിർഗുണോ ഗണനായക ആഗമശാസ്ത്രത്തിൽ പറയും. ഗണപതിയുടെ മകനായിട്ട് ജനിക്കുന്നതിന് മുമ്പ് ഗണപതി സങ്കല്പമുണ്ട്. ഇത് ഉപനിഷത്തിൽ പറയുന്നതാണ്. മനുഷ്യർക്ക് മൃഗീയ വാസനകൾ ഉണ്ടാവും. അത് തടയുവാൻ വേണ്ടി ഗണപതിയുടെ കയ്യിലുള്ള അങ്കുശത്തെ മനനം ചെയ്യുക, മായയെ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. മഹാഭാരതം എഴുതിയത് ഗണപതിയാണ്, രചിച്ചത് വ്യാസനാണ്. ഹിന്ദുക്കളുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് വേദങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ ആദ്യത്തെ വേദത്തിൽ തന്നെയാണ് ഗണാനാം ത്വാ ഗണപതിയും ഹവാമഹേ. ഇത് ഗണപതി സൂക്തമാണ്. അതിൽ പരമശിവനും ഗണപതിയുമാണ് ഈ ഗണനാഥ സങ്കല്പത്തിലുള്ളത്. പരമശിവന്റെ 108 നാമങ്ങളിൽ 56ാമത്തെ നാമമാണ് ഗണനാഥായ നമഃ. ഈ ചതുർത്ഥി ദിനങ്ങളിൽ ചന്ദ്രനെ കാണാൻ പാടില്ല, അങ്ങനെ ഒരു ഇത് പറയാറുണ്ട്. കഥകളെന്ന് പറയുന്നത് ഒരു തത്വം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കഥയുടെ ഒരു സന്ദേശം ഉണ്ടായിരിക്കും, അതിനൊരു തത്വം ഉണ്ടായിരിക്കും, അതിനൊരു പൊരുളുണ്ട്, സന്ദേശമാണ് പ്രധാനം. ഗണപതിയെ വിഗ്രഹങ്ങളിലേക്ക് ആവാഹിച്ച് ആ ഗണപതിയുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങി അത് നിമജ്ജനം ചെയ്യണം. നമസ്കാരം. നമസ്കാരം. ഗണപതി അല്ലെങ്കിൽ വിനായകൻ എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരുപാട് ആരാധിക്കുന്ന ദൈവങ്ങളിൽ ഒരാളാണ്. ഗണപതി എന്ന പദത്തിൻ്റെ ഒരു അർത്ഥമൊക്കെ എന്താണ്? ഗണപതി എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഈ ഗണ എന്ന ശബ്ദം സംഖ്യാവാചിയാണ്. അനവധി സംഖ്യ അതിൻ്റെ അകത്ത് ദേവതമാരുടെ സംഖ്യകൾ പറയുന്നുണ്ട്. ആ ഗണശബ്ദത്തിന് മാത്രം അർത്ഥം എടുക്കുകയാണെങ്കിൽ അത് ഗ എന്ന അക്ഷരത്തിന് ജ്ഞാനം നൽകുന്നത് എന്നർത്ഥം. ണ മോക്ഷം നൽകുന്നു. ജ്ഞാനാർത്ഥവാചകോ ഗശ്ച നശ്ച നിർവാണവാചക തയോഹോ ഈശം പരബ്രഹ്മ. അങ്ങനെ ആ പരബ്രഹ്മ സ്വരൂപനാണ് ഗണപതി. അത് ഒരു പദത്തിൻ്റെ അർത്ഥമാണ്. ഗണശബ്ദം എന്നത് സംഖ്യയാണ്. ഏകദേശം 9 ഈ ഗണദേവതമാരുണ്ട്. ആദിത്യൻ, വിശ്വവസുക്കൾ, രുദ്രന്മാർ. ആദിത്യ വിശ്വവസവോ തുഷിതാഭാസ്വരാനിലാഹ മഹാരാജിക സാധ്യാശ്ച രുദ്രാശ്ച ഗണദേവതാഹ. ഇവർ മൊത്തം 9 സംഘങ്ങളാണ്, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഗണദേവതമാരാണ്. ഇവർ മൊത്തത്തിൽ 422 പേരുണ്ട്. ഇവരുടെ എല്ലാം ഈ ഗണനാഥ സങ്കല്പം ഉൾക്കൊണ്ടിരിക്കുന്നത് ഗണപതിയിലാണ്. ഗണനാഥ ശബ്ദം. പരമശിവനും ഗണപതിയുമാണ് ഈ ഗണനാഥ സങ്കല്പത്തിലുള്ളത്. പരമശിവൻ്റെ 108 നാമങ്ങളിൽ 56ാമത്തെ നാമമാണ് ഗണനാഥായ നമഃ. ഇതുകൂടാതെ പരമശിവൻ ഗണനാഥ സങ്കല്പം ചെയ്തിരിക്കുന്നത് പരമശിവൻ്റെ പാർഷദന്മാർക്ക്, നന്ദി, ഭൃങ്കിരടി, മഹാകാളൻ മുതലായവരുടെ ആ ഭൂതങ്ങളുടെയും ഗണനാഥ സങ്കല്പം ഗണപതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഇപ്പോൾ വിനായക ചതുർത്ഥി ഏത് കാലഘട്ടത്തിലാണ് ആചരിക്കുന്നത്? വിനായക ചതുർത്ഥി എന്നും ഗണേശ ചതുർത്ഥി എന്നും 2 തരത്തിലാണ് ഇത് പറയുന്നത്. വിനായക ചതുർത്ഥി എന്നത് സൗരമാസ പ്രാധാന്യമായിട്ടാണ് കേരളത്തിൽ ആചരിക്കുന്നത്. സൗരമാസം എന്ന് പറയുന്നത് മേടം, ഇടവം, മിഥുനം ഇങ്ങനെയുള്ള മലയാള മാസങ്ങളാണ്. ചന്ദ്രമാസം ചൈത്രം, വൈശാഖം മുതലായ ചന്ദ്രന് പ്രാധാന്യം കൊടുത്ത മാസമാണ്. കേരളത്തിൽ ആചരിക്കുന്നത് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് 6 ഘടകങ്ങളാണ്, അംഗങ്ങളാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മുഹൂർത്തം. ഈ മുഹൂർത്തം എന്ന ശാസ്ത്രത്തിൻ്റെ കേരളത്തിൽ ആചരിക്കേണ്ടതായ വ്രതാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് ഗണിത നിർണയം എന്ന ഗ്രന്ഥത്തിലാണത് ആധികാരികമായിട്ട് പറയുന്നത്. അതിൽ പറയുന്നത് ഈ ചിങ്ങമാസത്തിൽ മേടം, ചിങ്ങം, ധനു 3 മാസങ്ങളിലാണ് വിനായക ചതുർത്ഥി ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചിങ്ങമാസത്തിലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ആചരിക്കുന്നത്. ആ ചിങ്ങമാസത്തിൽ ചതുർത്ഥി എന്ന തിഥി സൂര്യൻ ഉദിച്ചതിന് ശേഷം 7:30 നാഴിക, 3:45 നാഴിക, 3/4 നാഴിക, 3 കണക്കാണ് അവൾ പറയുന്നത്. സാമാന്യനെ പറയുമ്പോൾ അത് 6 നാഴിക. 6 നാഴികയോളം സമയം സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള തിഥി വെളുത്ത പക്ഷത്തിൽ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന 4-ാം ദിവസം, ഇത്രയും തിഥി ഉള്ള ദിവസമാണ് നമ്മൾ ഗണേശ ചതുർത്ഥിയായിട്ട് ആചരിക്കുന്നത്. ആ ഗണേശ ചതുർത്ഥി ദിവസം ഗണപതിയെ ഉപാസിക്കുകയാണെങ്കിൽ ഗണപതിയുടെ അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. വിനായക ചതുർത്ഥി ഏഷ ഗണേശ പ്രീതികാരിണി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ചില വർഷങ്ങളിൽ 2 തവണ നമ്മൾ ആചരിക്കാറുണ്ട്. ചില വർഷങ്ങളിൽ 2 തവണ എന്ന് പറയുന്നത് മറ്റത് പരദേശ പക്ഷപ്രകാരം. കേരളത്തിന് പുറത്ത് ആചരിക്കുന്നത് ചാന്ദ്രമാസ പ്രാധാന്യം എന്ന് പറയുന്നത് പ്രോഷ്ടപദ മാസം, അത് തന്നെയാണ് ഭാദ്രപദ മാസം. ഈ ഭാദ്രപദ മാസത്തിൽ മധ്യാഹ്നത്തിലാണ് അവരുടെ സങ്കല്പം. മധ്യാഹ്നത്തിൽ ചതുർത്ഥി തിഥി സ്പർശിക്കുന്ന ദിവസമാണ് ഈ ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥിയായിട്ട് അവർ ആഘോഷിക്കുന്നത്.
അത് 2023 2 പ്രാവശ്യം ഈ വിനായക ചതുർത്ഥി, നമ്മുടെ മലയാള പഞ്ചാംഗങ്ങളിലെല്ലാം വിനായക ചതുർത്ഥി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. മറ്റത് അതിൽ ഗണേശ ചതുർത്ഥിയാണ്. ഇപ്പം കേരളത്തിൻ്റെ പുറത്തെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിഗ്രഹം വെള്ളത്തിൽ മുക്കി വെക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ? അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ബോംബെയിൽ വെച്ചൊരു ആചാര്യ സമ്മേളനം കൂടിയെന്നാണ് പറയുന്നത്. അതിൽ ഗംഗാധര മേനോൻ അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യമാണ്, എല്ലാ വർഷവും ഗണേശോത്സവം നടത്തണം. കലവ് ചണ്ഡി വിനായകവും എന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ ദേവിക്കും വിനായകനും പ്രാധാന്യം കൊടുത്തുകൊള്ളണം എന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ ഗംഗാധര തിലകൻ പറയുന്നത്. ബോംബെയിൽ വെച്ച് നിർദ്ദേശം തന്നതാണ്, എല്ലാ വർഷവും നിങ്ങൾ ഗണേശോത്സവം, ഗണപതിയെ വിഗ്രഹങ്ങളിലേക്ക് ആവാഹിച്ച് ആ ഗണപതിയുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങി അത് നിമജ്ജനം ചെയ്യണം. അപ്പോൾ അത് 3 ദിവസം 5 ദിവസം ഇങ്ങനെ ചതുർത്ഥിക്ക് മുമ്പ്, വിനായക ചതുർത്ഥിക്ക് മുമ്പ് 3 ദിവസമോ 5 ദിവസമോ ഈ വിഗ്രഹം മണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കി അതിലേക്ക് ഗണപതിയുടെ ചൈതന്യത്തെ ആവാഹിച്ച് ആ ചൈതന്യത്തിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ച് പിന്നെ അത് ഉദ്വസിക്കണം. ചൈതന്യത്തെ നമ്മൾ ആവാഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയെങ്കിലും ലയിപ്പിക്കണം. അപ്പോൾ അത് സർവ്വദേവതാ ചൈതന്യവും സാഗരത്തിൽ ലയിക്കുന്നു. സാഗരം പ്രതി ഗച്ഛതി. അങ്ങനെ സാഗരത്തിൽ കൊണ്ടുപോയി അത് നിമജ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളത് കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പരദേശ പക്ഷമാണ് ഈ ആചാരം. ഇപ്പം ഗണപതിയെ ഉപാസിക്കുന്നതിനുള്ള പ്രധാന സ്തുതികൾ ഒക്കെ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും എല്ലാം തുല്യ പ്രാധാന്യം തന്നെയാണ്. ഒന്ന്, ഋഗ്വേദത്തിൽ ഗണപതിയുടെ സൂക്തമുണ്ട്. ഗണാനാം ത്വ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമ. ഇത് ഗണപതിയുടെ ഋഗ്വേദ സൂക്തമാണ്. പിന്നെ ഗണപതിയുടെ ഉപനിഷത്തുണ്ട്. അത് അഥർവവേദത്തിലാണ്. അഥർവ ശിരസ് എന്നാണ് അതിൻ്റെ പേര്, അഥർവ ശീർഷം. അതിലാണ് ഗണപതിയുടെ മൂലമന്ത്രം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതൊക്കെ അതിൽ വ്യക്തമായിട്ട് പറയുന്നു. ഗണപതിയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാലുള്ള ഫലസിദ്ധി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗണപതിയുടെ മൂലമന്ത്രമുണ്ട്, അത് ഗം ഗണപതിയെ നമ. പിന്നെയാണ് ഗണേശ സഹസ്രനാമം. അത് സാക്ഷാൽ പരമശിവന് ഗണപതി ഉപദേശിച്ചു കൊടുത്തതാണെന്നാണ് പറയുന്നത്. ഗണേശ പുരാണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഗണപതി ഹോമത്തിനും പ്രാധാന്യമുണ്ട്. ഈ ചതുർത്ഥി ദിനങ്ങളിൽ ചന്ദ്രനെ കാണാൻ പാടില്ല, അങ്ങനെ ഒരു ഇത് പറയാറുണ്ട്. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഐതിഹ്യം. ചതുർത്ഥി ദിവസം അത് ചന്ദ്രനും ഗണപതിയും തമ്മിലുള്ള ഒരു കഥയായിട്ടാണ് പറയുന്നത്. ആ കഥയ്ക്ക് നമുക്കിവിടെ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ആ ഗണിത നിർണ്ണയത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ചന്ദ്രദർശനം ന കുര്യാത് മിഥ്യാഭാഷണം ന കുര്യാത്. നമ്മൾ പരദൂഷണം പറയാൻ പാടില്ല എന്ന്, ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല. അപ്പോൾ ഗണപതി വരുന്ന സമയത്ത് വീഴുകയും ചന്ദ്രൻ കാണുകയും ചന്ദ്രൻ പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ശാപം കിട്ടി. അത് 1 വർഷം നിന്നെ ജനങ്ങൾ കാണാതിരിക്കട്ടെ എന്നാണ്. അതിനുശേഷം പിന്നെ ശാപത്തിന് പ്രായശ്ചിത്തമായിട്ട് 1 ദിവസമാക്കി മാറ്റി എന്ന് കഥ പറയുന്നു. കഥയുടെ പുറകെ നമ്മൾ പോകാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. കഥകളെന്ന് പറയുന്നത് ഒരു തത്വം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കഥയുടെ ഒരു സന്ദേശമുണ്ടായിരിക്കും, അതിനൊരു തത്വമുണ്ടായിരിക്കും, അതിനൊരു പൊരുളുണ്ട്. സന്ദേശമാണ് പ്രധാനം. അത് ഉൾക്കൊണ്ടാൻ വേണ്ടി മാത്രമാണ്. വ്യാസമഹർഷി പ്രത്യേകം അതിൽ പറയുന്നുണ്ട്, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭവം. ശ്രീമദ് ഭാഗവത്തിൽ വ്യക്തം പറയുന്നുണ്ട്. കഥയുടെ പുറകെ പോകണ്ട, കഥയുടെ പൊരുൾ നമ്മൾ ആ അന്തസ്സത്ത മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കഥകളുള്ളത്. ഇങ്ങനെ പറയുന്നുണ്ട്. ഇതങ്ങനെ പ്രമാണമുള്ളതാണ്. നാം മിഥ്യാഭാഷണം എന്ന കുര്യാത് ചന്ദ്രദർശനം എന്ന കുര്യാത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗണപതി സങ്കല്പം എന്ന് പറയുന്നത് എത്ര വിധത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ഏകദേശം ഒരു 51 ഗണപതി സങ്കല്പം എന്നും പറയുന്നുണ്ട്, 64 എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 36 പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 16 ആണ്. അതിൽ വ്യത്യസ്തമായ ഉപാധികളാണ്. ആ ദേവതയുടെ കയ്യിൽ ഈ 4 തലയുള്ളത്, 8 തലയുള്ളത്, 16 തലയുള്ള ഗണപതി സങ്കല്പങ്ങൾ വരെയുണ്ട്. പേരുകളും വ്യത്യസ്തമായ പേരുകളാണ്. ഉച്ഛിഷ്ട ഗണപതി, ഋണമോചക ഗണപതി, നമ്മുടെ സാമ്പത്തിക കടം മാറ്റിത്തരുന്ന ഗണപതി സങ്കല്പമുണ്ട്. ആ മൂലമന്ത്രം ജപിക്കുന്ന സമയത്ത് കടം മാറുമെന്നാണ് പറയുന്നത്. പിന്നെ സങ്കടഹര ഗണപതി, നമ്മുടെ ക്ലേശങ്ങൾ, സങ്കടം മാറ്റിത്തരുന്ന ഗണപതി. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ പ്രധാനമായും 16 ഗണപതി സങ്കല്പങ്ങളാണെന്ന് പറയുന്നത്. മൊത്തം 51, 64 ഇങ്ങനെ കണക്ക് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഗണപതി ഹോമം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? മറ്റേ സുദർശന ഹോമം, കറുകഹോമം, ഇങ്ങനെ വ്യത്യസ്തമായ ഹോമങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സുഹൃതഹോമം എന്ന് പറയുമ്പോൾ അതിൽ മന്ത്രങ്ങൾ വളരെ കുറവാണ്. മഹാസുദർശന ഹോമം, സുഹൃതഹോമം, ഇതിലൊക്കെ മന്ത്രങ്ങൾ കുറവായിരിക്കും. ഗണപതി ഹോമത്തിൽ ഏകദേശം ശൈവ വൈഷ്ണവ ശാക്തേയമായിരിക്കുന്ന ഏകദേശം ഒരു 7-8 മന്ത്രങ്ങൾ വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ
ആ മന്ത്രങ്ങൾക്ക് വ്യത്യസ്തമായ ദേവതാസങ്കല്പങ്ങളുണ്ട് അവിടെ. ഈ വ്യത്യസ്തമായ ദേവതാസങ്കല്പങ്ങൾക്ക് വ്യത്യസ്തമായ ഉപാധികളുണ്ട്. അവിടെ അശ്വാരൂഢ മന്ത്രം അതിൽ വരുന്നുണ്ട്, വരുണ മന്ത്രമുണ്ട്, മൃത്യുഞ്ജയ മന്ത്രമുണ്ട്, മഹാലക്ഷ്മി മന്ത്രമുണ്ട്, സിദ്ധിപ്രദ മന്ത്രമുണ്ട്, ഗണപതിയുടെ മൂലമന്ത്രം ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം വ്യത്യസ്തമായ സാധനങ്ങളെ കൊണ്ടാണ്, താമരപ്പൂ കൊണ്ടും ഈ കൂവളത്തില കൊണ്ട് ബലിക്കറുക കൊണ്ട്, അപ്പോൾ വ്യത്യസ്തമായ ധ്യാനസങ്കല്പങ്ങളോടുകൂടി വ്യത്യസ്തമായ മന്ത്രങ്ങൾ മനസ്സിൽ ജപിച്ചുകൊണ്ട് വ്യത്യസ്തമായ സാധനങ്ങൾ ഉപാധികളെ കൊണ്ട് ഈ ഗണപതി ഹോമം മാത്രമേ ഇത്രയും പ്രാധാന്യമായി വരുന്നുള്ളൂ. വേറൊരു ഹോമത്തിലും ഇത്രയും സങ്കല്പങ്ങൾ വരുന്നില്ല. അതിൽ ആരോഗ്യം, ഐശ്വര്യം, എല്ലാ സങ്കല്പങ്ങളും ആ ഗണപതി ഹോമത്തിൽ വരുന്നുണ്ട്. അത് 8 ദ്രവ്യങ്ങളായിട്ട് അഷ്ടദ്രവ്യ സമേതവും അല്ലാതെയും സങ്കല്പ രൂപത്തിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഗണപതി ഹോമത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പം ഗണപതി ഹോമത്തിൻ്റെ ഒരു ശാസ്ത്രീയ വശമൊക്കെ എങ്ങനെയാണ്? ഈ ഗണപതി ഹോമത്തിൽ തന്നെ ശാസ്ത്രീയത വളരെ രഹസ്യമായിട്ടുണ്ട്. കേരളത്തിൽ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു. അവർ ഗണപതിയെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ ഫോട്ടോയിൽ ഇതെല്ലാം എടുത്തു, ക്യാമറയിൽ വീഡിയോ എടുത്തു കൊണ്ടുപോയി. അവർ ഹോമകുണ്ഡത്തിൻ്റെ നീളം വീതി കണക്കുകൾ എടുത്തു. അതിൽ ഉപയോഗിക്കുന്ന ഈ ചിരട്ട, അതുപോലെ പ്ലാവിൻ വിറക്, നാളികേരം, ഇതെല്ലാം എന്തുമാത്രം അളവിലാണ് ഇവരിവിടെ ചെയ്യുന്നത്, ഇതിൻ്റെ കണക്കുകളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഇങ്ങനെ ജർമ്മനിയിൽ ഇവർ പോയി അവിടെ ഗണപതി ഹോമം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത സമയത്ത് ഈ ഗണപതി ഹോമത്തിൽ നിന്ന് വരുന്ന പുക അവർ പരീക്ഷിച്ചു. അപ്പോൾ അതിൽ ഈ പൊതിമടലിൽ നിന്നും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും പുറത്തേക്ക് വന്നു. ചിരട്ട, അതുപോലെ തന്നെ ഈ വിറക്, അതിൽ നിന്ന് ഫിനോളിക് കോമ്പൗണ്ട്സ് വന്നു. നാളികേരം, അതിൽ പൈറസീൻസ് വന്നു. അപ്പോൾ ഇത് മൂന്നും വ്യത്യസ്തമായ അളവിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശേഷമുള്ള പ്രയോജനം അവർ നോക്കിയ സമയത്ത് തെങ്ങിൻ്റെ മണ്ടരി മുതലായ രോഗങ്ങൾ ഈ പുക കൊണ്ട് മാറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇത് യശശരീരനായിരിക്കുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഈ വാർത്ത അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ ഇത് ചെയ്തു നോക്കിയപ്പോൾ ജർമ്മനി സയൻറ്റിസ്റ്റുമാർ പറഞ്ഞത് കറക്റ്റാണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും തത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മഹർഷിമാരിത് കണ്ടുപിടിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. അവരിതിൻ്റെ പ്രയോജനം നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ആ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് ഈ പുക ശ്വസിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടി റെസിപ്റ്റ് എടുത്ത് ദക്ഷിണ കൊടുത്ത് നമ്മൾ പോരുന്നുണ്ട്. ഒരു പ്രയോജനവും കാര്യമായിട്ട് അതിൽ വരുന്നില്ല. സങ്കല്പങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഹോമകുണ്ഡത്തിൻ്റെ അടുത്തിരുന്ന് ഈ പുക ശ്വസിക്കുന്ന സമയത്ത് ആ പുക കൊണ്ട് ആ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, ഊർജ്ജവത്കരിക്കുന്നുണ്ട്. മനുഷ്യ ശരീരവും ബുദ്ധിയും മനസ്സും അതിൽ നിന്ന് നമുക്ക് ഊർജ്ജവത്കരണം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ വശമാണ് ഗണപതി ഹോമത്തിൻ്റെ. ഗണപതിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഗണപതിയെക്കുറിച്ച് ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഗണപതിയെക്കുറിച്ച് പറയുന്ന ഈ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഹിന്ദുക്കളുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് വേദങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ ആദ്യത്തെ വേദത്തിൽ തന്നെയാണ് ഗണാനാം ത്വാ ഗണപതിയും ഹവാമഹേ, ഇത് ഗണപതി സൂക്തമാണ് അതിൽ. അപ്പോൾ ഈ സൂക്തം ജപിച്ചുകൊണ്ടാണ് സിദ്ധി വരുത്തുന്നത്. ഇത് വിദ്യാർത്ഥികൾ ഈ സൂക്തം ജപിക്കുന്ന സമയത്ത് അവരുടെ മേധാശക്തി, ബുദ്ധിശക്തിക്ക് വളരെ പ്രാധാന്യം കാണുന്നുണ്ട്. ബുദ്ധിയുടെ ഗുണങ്ങളുണ്ട്. ഇത് ഗ്രഹണം, ധാരണം, ശുശ്രൂഷ, ധാരണം, ഊഹാപോഹാർത്ഥ വിജ്ഞാനം, ഇത് തത്വജ്ഞാനം ജധീഗുണാഹ എന്ന് പറയുന്നുണ്ട്. ഈ ബുദ്ധിയുടെ ഗുണങ്ങൾ മുഴുവനും ഈ സ്തോത്രം പാരായണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഇത് ഉപാസിക്കാം. ഇത് വൈദിക മന്ത്രമാണ് പറയുന്നത്. ഇനി ഉപനിഷത്തിലാണ് ഞാൻ പറയുന്നത്, മറ്റേ അഥർവശീർഷം ഗണപതി ഉപനിഷത്തുണ്ട്. അതിലാണ് മൂലമന്ത്രം എങ്ങനെ ഉണ്ടാക്കണം. ഗ എന്ന അക്ഷരത്തിൻ്റെ കൂടെ മ എന്ന അനുസ്വാരം ചേർത്ത് കഴിഞ്ഞാൽ ഗണപതിയുടെ മൂലമന്ത്രം കിട്ടും. അതിൽ 444 ദിവസം തുടർച്ചയായി 444 പ്രാവശ്യം തുടർച്ചയായി 41 ദിവസത്തിൽ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും എന്നുള്ള ഫലസിദ്ധികൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിലാണ് പറയുന്നത് ആവിർഭൂതഞ്ച സൃഷ്ടിയാദൗ പ്രകൃതേഹേ പുരുഷാത്പരം. ഈ സൃഷ്ടി ഉത്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഗണപതി ഉണ്ട്. അത് മൂലഗണപതിയാണ്, ആദ്യ ഗണപതി സങ്കല്പമാണ്. ഈ ഗണപതിയെയാണ് പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള സ്വയംവര സമയത്ത് സങ്കല്പം ചെയ്തത്. പാർവതിയുടെ മകനായിട്ട് ജനിക്കുന്നതിന് മുമ്പ് ഗണപതി സങ്കല്പമുണ്ട്. ഇത് ഉപനിഷത്തിൽ പറയുന്നതാണ്. ഇതുകൂടാതെ ആഗമത്തിൽ പറയുന്നുണ്ട്. നിശ്ചിന്ത്യോ നിരഹങ്കാര നിർഗുണോ ഗണനായക, ആഗമശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇനി ലളിതാ സഹസ്രനാമത്തിലുണ്ട് 2 നാമങ്ങൾ ഗണപതിയെ പറ്റി പറയുന്നുണ്ട്. കാമേശ്വര മുഖാലോക കൽപ്പിതശ്രീ ഗണേശ്വര,
ഗണേശൻ്റെ നിർവിഘ്ന യന്ത്രപ്രഹർഷിത 2 നാമങ്ങളുണ്ട്. സൗന്ദര്യലഹരിയിൽ വളരെ കാവ്യാത്മകമായിട്ട് ആചാര്യസ്വാമികൾ വർണ്ണിച്ചിട്ടുണ്ട്. പാർവതി ഈ ഗണേശൻ എന്ന് പറയുന്ന ശിശുവിന് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് പാർവതിയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് ആ മാറിടം നോക്കിക്കൊണ്ട് ഗണപതി തൻ്റെ മസ്തകം തപ്പി നോക്കുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ മസ്തകവും അമ്മയുടെ മാറിടവും ഒരേ അളവിലാണല്ലോ, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. പല പ്രാവശ്യം തപ്പി നോക്കുന്നതായിട്ട് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. വളരെ കാവ്യഭാവനയോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. ഈ ബാലചാപല്യം കണ്ടുകൊണ്ട് പരമശിവനും പാർവതിയും ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത് സൗന്ദര്യലഹരിയിൽ ഗണപതിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാഭാരതം എഴുതിയത് ഗണപതിയാണ്, രചിച്ചത് വ്യാസനാണ്. അത് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. വ്യാസൻ മഹാഭാരതം രചിച്ചെങ്കിലും ഗണപതിയാണ് അതിനൊപ്പം നിന്നത് എന്നൊരു നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ്? അത് പണ്ട് കാലത്ത് മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ഇത് ഭാരതത്തിൽ സംഭവിച്ച കാര്യമാണ്. വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഭാവി തലമുറകൾക്ക് അറിയാൻ വേണ്ടി വ്യാസമഹർഷിക്ക് വളരെ ഇതൊന്ന് എഴുതി വെക്കണമല്ലോ, ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. മഹത്വാത് ഭാരത്വാത് ച മഹാഭാരതമുച്യതേ, മഹത്വപൂർണവും ഭാരത്വപൂർണവുമാണ് മഹാഭാരതം. ഇത് പെട്ടെന്ന് മറന്നുപോകും. നടന്ന സംഭവങ്ങൾ പറയാൻ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ കൊള്ളുന്നതല്ല. അപ്പോൾ ഭാവി വരുന്ന മനുഷ്യർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എനിക്കിതൊന്ന് എഴുതി വെക്കണം, ഇത് സാധിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു തപസ് ചെയ്തു ഹിമാലയത്തിലൊരു ഗുഹയിൽ. ഈ സമയത്ത് അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ഇത് എഴുതുവാൻ ഏറ്റവും നല്ലത് ഗണപതിയാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഗണപതിയെ സ്മരിച്ച് ഗണപതി വന്നു. അപ്പോൾ പ്രത്യേക മഹാഭാരതത്തിലൊരു ശ്ലോകം പറയുന്നുണ്ട്, ലേഖകോ ഭാരതസ്യാസ്യ ഭവത്വം ഗണനായക, അല്ലയോ ഗണനായക, ഇതിൻ്റെ ലേഖകനായിട്ട് അങ്ങൊന്ന് പ്രവർത്തിക്കാമോ. അപ്പോൾ ഗണപതി പറഞ്ഞു, ഞാൻ എഴുതാം. അപ്പോൾ ഈ ഒരു എഴുത്തുകാരനായിട്ട് ഇരിക്കാൻ ഗണപതിക്ക് ഒരു വൈക്ലഭ്യം ഉണ്ടായി. പക്ഷേ ഞാൻ തുടർച്ചയായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് വിഘ്നം വരാൻ പാടില്ല എന്ന് ഗണപതി പറഞ്ഞു എന്നാണ്. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം എഴുതാൻ പാടുള്ളൂ. ഗൂഢാർത്ഥങ്ങൾ പലതുണ്ട് ഇതിൽ. അത് ഗണപതിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊരു സംശയത്തിലാണ് വ്യാസമഹർഷി ചോദിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും വ്യവസ്ഥയും പ്രതിവ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് ഇത് എഴുതി 3 വർഷക്കാലം കൊണ്ടാണ് തീർത്തത്. അപ്പോൾ ഇത് എഴുതുവാൻ പറ്റിയ ഒരു ദേവതാസങ്കല്പം ഗണപതി മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ മഹത്വം. ഇപ്പോൾ ഗണപതിയുടെ പ്രതീകാത്മകതയെക്കുറിച്ച് ഗണപതിയുടെ പ്രതീകാത്മകത എന്ന് പറയുന്നത് ഇത് മനുഷ്യ ശരീരവും ഇത് മൃഗശരീരവുമാണ്. ഇങ്ങനെ ഒരു ദേവതാ ചൈതന്യം വേറെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഗണപതിയുടെ കയ്യിൽ വ്യത്യസ്തമായ സാധനങ്ങൾ ഗണപതി പിടിച്ചിട്ടുണ്ട്. ഒന്ന് പാശം, ഒരു കയറിൻ്റെ കഷ്ണം ഗണപതി പിടിച്ചിരിക്കുകയാണ്. ഇത് തന്നെ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ കയ്യിലും രാഗസ്വരൂപ പാശാഠ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാശം എന്തിനു വേണ്ടിയാണ് പിടിച്ചിരിക്കുന്നത്? ഇത് ഗണപതിക്ക് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പാശം എന്ന് പറയുന്ന ഒരു കയറിൻ്റെ കഷ്ണമാണ്. ആ കയറിൻ്റെ കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു കുതിര സവാരിക്കാരൻ കുതിരയെ നിയന്ത്രിക്കുന്ന, കുതിരയുടെ കഴുത്തിൽ നിന്നും പിടിച്ച് നിർത്തിയിരിക്കുന്ന അത്രയും അളവിലുള്ള ഒരു കയറിൻ്റെ കഷ്ണം എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ഒരു കൃശഗാത്രനായ ഒരു മനുഷ്യൻ വലിയ ശക്തിയുള്ള കുതിരയെ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത്, അതുപോലെ ഈ ഗണപതിയുടെ പാശം നമ്മൾ മനനം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൻ്റെ നിയന്ത്രണം കിട്ടുമെന്നാണ് പറയുന്നത്. പാശധ്യാനവശാത് മൃത്യോർ വശുത്വം നോയത്, മരണത്തെ വരെ നമുക്ക് തടയാൻ പറ്റും. ഈ ദേവതമാർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് മനനം ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ പിന്നെ ഒരു അങ്കുശം പിടിച്ചിട്ടുണ്ട്, തോട്ടി പിടിച്ചിട്ടുണ്ട് ഗണപതി. അത് തന്നെ ക്രോധാകാരാങ്ക ഉജ്ജ്വല സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആനയെ, വലിയൊരു മതമിളകുന്ന ആനയെ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത്, അപ്പോൾ ഒരു മൃഗീയ വാസനയെ തടയുവാൻ പറ്റി. മനുഷ്യർക്ക് മൃഗീയ വാസനകൾ ഉണ്ടാവും. അത് തടയുവാൻ വേണ്ടി ഗണപതിയുടെ കയ്യിലുള്ള അങ്കുശത്തെ മനനം ചെയ്യുക. അങ്കുശസ്യ മനനാത് മായാം അമേയാം തരയത്, മായയെ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഗണപതിയുടെ കയ്യിൽ ഒരു പുഷ്പമുണ്ട്. പുഷ്പം ഫലസ്യ ഹേതു. എൻ്റെ കയ്യിലുള്ള പുഷ്പം നിങ്ങൾ മനനം ചെയ്യൂ, നിങ്ങൾക്ക് ഫലം ഞാൻ തരാം. ആ ഫലം എന്താണ്? വിഘ്ന നിവാരണ ഫലം. വിഘ്ന നിവാരണമാകുന്ന ഫലം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ പുഷ്പം മനനം ചെയ്തു കൊള്ളുക. പിന്നെ മോദകം പിടിച്ചിട്ടുണ്ട് ഗണപതി, ലഡുവാണ്. ഈ ഒരു ലഡു ഗണപതിക്ക് തിന്നാൻ വേണ്ടിയല്ല, ഗണപതിക്ക് ഒരു ലഡു മതിയാവില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ സന്തോഷം, മുത് എന്ന ധാതുവിന് സന്തോഷം നടത്തും. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന, നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്ന സച്ചിദാനന്ദ സ്വരൂപനാണ് ഞാൻ. എൻ്റെ കയ്യിൽ ആനന്ദമയമായ ലഡു, മോദകം എന്ന് പറയുന്ന ആ മധുര പദാർത്ഥം എൻ്റെ കയ്യിലുണ്ട്.
അത് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ എന്നെ ഉപാസിച്ചു കൊള്ളുക. അപ്പോൾ ഒരു ആധ്യാത്മികമായിരിക്കുന്ന ആനന്ദം നിങ്ങൾക്ക് കിട്ടും എൻ്റെ ഉപാസനയിൽ കൂടി എന്നാണ് അത് പറയുന്നത്. ഒടിഞ്ഞ കൊമ്പ്, ഒരു കൊമ്പ് പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊമ്പ് ഭഗവാനാണ്, ഒരു കൊമ്പ് ഭക്തനാണ്. ഇവിടെ എന്നെ ഉപാസിക്കുന്ന സമയത്ത് ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയായിട്ട് മാറും എന്നുള്ളൊരു സന്ദേശം ആ ഒടിഞ്ഞ കൊമ്പിൽ കൂടി തരികയാണ്. പിന്നെ കവിം കവീനാം ഉപമശ്രവസ്തമം എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. എല്ലാ കവികളിൽ വെച്ച് ശ്രേഷ്ഠതമൻ ഞാനാണ്. അപ്പോൾ ആ ഒടിഞ്ഞ കൊമ്പ് എഴുത്താണി സങ്കല്പമുണ്ട്. കവിയുടെ എഴുത്താണിയാണ് ഒടിഞ്ഞ കൊമ്പായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നെ ഉപാസിക്കുകയാണെങ്കിൽ സാഹിത്യരചനയിലും മറ്റുള്ള കലാപരമായിട്ടുള്ള കഴിവുകളിലും നിങ്ങൾക്ക് ഉന്നതി പ്രാപിക്കാം എന്ന സന്ദേശം ഒടിഞ്ഞ കൊമ്പ് നമുക്ക് തരുന്നുണ്ട്. തുമ്പിക്കൈ എന്ന് പറയുന്നത് വലിയൊരു മരത്തെ കടപുഴക്കി കൊണ്ടുപോകാനായിട്ട് തുമ്പിക്കൈ പോയി. നീളമുള്ള മൂക്കിന് ഘ്രാണശക്തി കൂടുതലുണ്ടെന്ന് പറയുക. നീളമുള്ള മൂക്കിന്, ഇത് ഏറ്റവും നീളം കൂടിയ മൂക്ക് ആനയുടെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ 2 സുഷിരങ്ങളുണ്ട്. വലിയ മരം കടപുഴക്കി കൊണ്ട് നടക്കാൻ പറ്റുന്നത് പോലെ ആനയ്ക്ക് ചെറിയ ഒരു സൂചി ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ അത് നമ്മളെടുക്കുന്നതിൽ സ്പീഡിൽ തന്നെ എടുക്കാൻ പറ്റും. അതിൻ്റെ ആ അറ്റത്ത് ഭാഗം നീണ്ടു വന്നിട്ട് വിരലായിട്ട് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ സൂക്ഷ്മമായിരിക്കുന്ന ഒരു സൂചി, സ്ഥൂലമായിരിക്കുന്ന മരം, ഇത് മനുഷ്യൻ്റെ അന്തർവൃത്തികളാണ്. മനുഷ്യൻ്റെ അകത്ത് സൂക്ഷ്മമായിരിക്കുന്ന ഉപദ്രവങ്ങളുണ്ട്, സ്ഥൂലമായിരുന്ന ഉപദ്രവമുണ്ട്. ഇത് രണ്ടും ഗണപതി ഉപാസനയിൽ കൂടി നിയന്ത്രിക്കാൻ പറ്റും എന്ന തത്വമാണ് തുമ്പിക്കൈ. അതിൽ 2 സുഷിരങ്ങളുണ്ട്. ഒന്ന് ഭൗതിക ജ്ഞാനം, മറ്റത് ആധ്യാത്മിക ജ്ഞാനം. അപ്പോൾ എന്നെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ 2 ജ്ഞാനവും നിങ്ങൾക്ക് കിട്ടും. ഞാൻ വിജ്ഞാനമൂർത്തിയാണ്. ചെറിയ കുട്ടിയുടെ നാവിൽ എഴുതുമ്പോൾ സമയത്ത് എന്നെയാണ് നിങ്ങൾ എഴുതുന്നത്, സരസ്വതിയല്ല. ഹരിശ്രീ ഗണപതയെ നമ എന്നാണ്. അപ്പോൾ ഈ ജ്ഞാനമൂർത്തി ഭൗതികമായിരിക്കുന്ന ജ്ഞാനവും ആധ്യാത്മിക ജ്ഞാനവും എൻ്റെ ഉപാസനയിൽ കൂടി നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളുക. ഗണപതിയുടെ മുമ്പിൽ നമ്മൾ പോയി ഏത്തമിടാറുണ്ട്, അതുപോലെ തന്നെ നാളികേരം ഉടയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂഷിക വാഹനമാണ് ഗണപതിക്ക് എന്ന് പറയുന്നത്. ഇത്രയും ഗണപതി എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പമാണ്, വലിയ ആളാണ്. എങ്ങനെ ഒരു മൂഷികനെ അതൊരു വാഹനമാക്കാൻ പറ്റും? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യവും കാര്യങ്ങളും? നാളികേരം ഉടക്കുക എന്നത് കൃഷ്ണൻ്റെ മുമ്പിലോ ദേവിയുടെ മുമ്പിലോ മുരുകൻ്റെ മുമ്പിലോ ചെയ്യുന്നില്ല. അയ്യപ്പൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, വേട്ടക്കാരൻ്റെ മുമ്പിൽ ചെയ്യുന്നുണ്ട്, ഗണപതിയുടെ മുമ്പിൽ ചെയ്യുന്നുണ്ട്. എല്ലാ ദേവതമാർക്കും ഈ ഒരു സങ്കല്പം ധർമ്മശാസ്ത്രത്തിൽ പറയുന്നില്ല. പാർത്ഥിവാംശം കൂടുതലുള്ള ദേവതമാർ, പാർത്ഥിവാംശം കൂടുതലാണ് ഈ 3 ദേവതമാർക്കും. അവരുടെ മുമ്പിൽ മാത്രമേ നാളികേരം ഉടയ്ക്കാൻ പറ്റുള്ളൂ. ഈ നാളികേരം ഉടയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങളും ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളും അത് അറിഞ്ഞും അറിയാതെയും ഈ പാപകർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. ദേവതമാരും അത് അനുഭവിച്ചതെന്നാണ് നിയമത്തിലുള്ളത്. ഈ പാപം എല്ലാം ഉരുണ്ടുകൂടി ഒരു നാളികേരത്തിൻ്റെ രൂപത്തിലായി ഇത് ഉടഞ്ഞു പോകട്ടെ എന്ന സങ്കല്പത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇങ്ങനെ നാളികേരം ഉടക്കുന്ന സമയത്ത് ആ ഭക്തനൊരു ആത്മവിശ്വാസം ഉണ്ടാകും. എന്തൊക്കെയോ ഒരു മലിന ഊർജം എൻ്റെ ശരീരത്തിൽ നിന്നും പൊട്ടി നശിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു ഊർജ്ജവത്കരണം സംഭവിച്ച വ്യക്തിയായി മാറി എന്നുള്ളൊരു ആത്മവിശ്വാസത്തിനും കൂടിയാണ് നാളികേരം പൊട്ടിക്കുന്നത്. ഗണപതിക്ക് നാളികേരം വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് ഉടയ്ക്കുന്നതിൽ കൂടി നെഗറ്റീവ് എനർജി എർത്ത് ചെയ്യും എന്നാണ് സങ്കല്പം. പിന്നെ മറ്റത് ഏത്തമിടുക എന്നത് അത് 2 കൈയും, ഇടത്തെ കൈ വലത്തെ ചെവിയിലും വലത്തെ കൈ പിന്നെ 2 കാലും പിണച്ചു വെച്ചുകൊണ്ട് ഏത്തമിടുക. ഇതും പുരാണത്തിൽ ഈ ആദ്യമായിട്ട് ഏത്തമിട്ടത് പരമശിവനാണെന്നാണ് പറയുക. അപ്പോൾ ഏത്തമിടുന്നതിൽ കൂടി സംഭവിക്കുന്നത് നമ്മളുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാൻ പറ്റുന്നു. 2 കൈമുട്ടുകൾ തിണ്ണയിൽ മുട്ടിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിൽ മലിന ഊർജ്ജവും സാത്വികമായ ഊർജ്ജവും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മലിന ഊർജ്ജം ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഏത്തം. ഏത്തമിടുന്നതിൽ കൂടി സംഭവിക്കുന്നത് നമ്മുടെ നട്ടല് വളയുന്നുണ്ട്. അപ്പോൾ ഓരോ ആധാരചക്രങ്ങളിലും മൂലാധാരം, സ്വാധിഷ്ഠാനം, ഇങ്ങനെ 6 ആധാരചക്രങ്ങളിൽ തുടങ്ങുന്നത് മൂലസ്ഥാനമാണ്, മൂലാധാരം. ഓരോ ആധാരചക്രങ്ങൾക്കും ഓരോ ദേവതയുണ്ട്. അപ്പോൾ മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത ഗണപതിയാണ്. ഈ ഗണപതിയെ, ആ സങ്കല്പത്തെ, ചൈതന്യത്തെ ഉയർത്തുക, സ്പന്ദിപ്പിക്കുന്ന ക്രിയയാണ് ഏത്തമിടൽ കൂടി ചെയ്യുന്നത്. കുണ്ടലിനി ശക്തി ഉണർന്ന് ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയുള്ള സങ്കല്പവും കൂടിയാണ് ഏത്തമിടുക എന്ന ക്രിയയിൽ കൂടി നമുക്ക് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂഷിക വാഹന തത്വം, അതൊരു വിരോധാഭാസമുള്ള ഒരു വിഷയമാണ്. ഇത്രയും വലിയ കുടവയറുള്ള ഈ ഗണപതിയെ എങ്ങനെയാണ് ഒരു എലി വഹിച്ചുകൊണ്ട് നടക്കുന്നത്? ഗണപതിക്ക് ഒരു വാഹനം മാത്രമല്ല. നമ്മൾ ഗണപതിയെ പുരാണങ്ങളിൽ മുദ്ഗല പുരാണം, ഗണേശ പുരാണം, ഈ 2 പുരാണങ്ങളിൽ ഗണപതിക്ക് വേറെ വാഹനങ്ങളുള്ളതായിട്ട് പറയുന്നുണ്ട്. മൂഷികൻ മാത്രമല്ല,
ഓരോ അസുരനെ കൊല്ലാൻ വേണ്ടി ഓരോ വാഹനം ഉപയോഗിക്കുന്നു. മയിൽ സുബ്രഹ്മണ്യൻ്റെ മാത്രം വാഹനമല്ല, ഗണപതിക്ക് വാഹനമുണ്ട്. പ്രത്യേകം അതിന് പ്രമാണങ്ങളുണ്ട് പുരാണത്തിൽ. അതുപോലെ പാമ്പ് ഗണപതിയുടെ വാഹനമാണ്. പിന്നെ സിംഹം ഗണപതിക്ക് വാഹനമായിട്ടുണ്ട്. ഗണപതിയുടെ മൊത്തം വാഹനങ്ങൾ 4ആണ്. അതിലൊരു വാഹനമാണ് ഈ എലി. മറ്റു ദേവതമാർക്ക് ആർക്കും ഈ 4 വാഹന സങ്കല്പമില്ല. എല്ലാവർക്കും ഓരോ സങ്കല്പമുള്ളൂ. ഇതിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ് എലി. മറ്റുള്ളത് വലിയ വാഹനങ്ങളാണ്. ആ എലി എന്ന് പറയുന്നത് 3 തരത്തിലെ എലിയുണ്ട്. ഒന്ന് ഈ തൊരപ്പൻ, വലിയ എലി. പിന്നെ അതിൻ്റെ പകുതിയുള്ളൊരു എലിയുണ്ട്. പിന്നെയാണ് ചുണ്ടലി. ഗണപതിയുടെ വാഹനം ഇവിടെ ചുണ്ടലിയായിട്ടാണ് സങ്കല്പം. വലിയ എലി പോലും അല്ല. അപ്പോൾ ഒരു നികൃഷ്ട ജീവിയാണ് എലി. ക്ഷുദ്രജീവിയാണ്. മനുഷ്യൻ്റെ ഉപദ്രവം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരാളും ഈ എലിയെ വളർത്തുന്നില്ല. നശിപ്പിക്കുകയാണ് നമ്മുടെ ആവശ്യ സാധനങ്ങൾ. അപ്പോൾ ഇത്രയും നികൃഷ്ടമായിരിക്കുന്ന ഒരു ജീവി, ആ ജീവിക്ക് എന്നെ വഹിക്കുവാൻ കഴിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ തത്വങ്ങൾ, ആധ്യാത്മികമായിരിക്കുന്ന രഹസ്യ തത്വങ്ങൾ എനിക്കുണ്ട്. ഇത് സാധാരണക്കാരനായ നിങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനും ബ്രഹ്മസാക്ഷാത്കാരത്തിനും അർഹത നേടുവാൻ വേണ്ടി എന്നെ ഉപാസിച്ചാൽ മതി. നിങ്ങളുടെ വിഘ്നങ്ങൾ കലിയുഗത്തിൽ എന്നെ ഉപാസിക്കാതെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപാസിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ആനന്ദവും നിങ്ങളുടെ വിഘ്ന നിവാരണവും എല്ലാം ഞാൻ സാധിച്ചു തരാം എന്നാണ് ഗണപതി പറയുന്നത്. ഇപ്പം നമ്മൾ വിദ്യയുടെ ഉപദേവത എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. പക്ഷെ വിദ്യാരംഭ സമയത്ത് കുട്ടികളുടെ നാവിൽ എഴുതുന്നത് ഗണപതി മന്ത്രമാണ്. ഹരി ഓം ശ്രീ ഗണപതായ നമഃ എന്ന മന്ത്രമാണ് എഴുതുന്നത്. അതെന്തുകൊണ്ടാണ്? ഗണപതായ നമ എന്നല്ല, ഗണപതയെ നമ എന്നാണ്. ഹരി ശ്രീ ഗണപതയെ നമ. അവിടെ ഈ ഗണപതിക്ക് മാത്രമേ നമസ്കാരം ചെയ്യുന്നുള്ളൂ. ഹരി എന്ന് പറയുന്നത് വിഷ്ണുവാണ്, ശ്രീ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ഈ 3 ദേവതമാർക്ക് അവിടെ നമസ്കാരമില്ല. ഹരിയെ സ്മരിക്കുന്നു. ഹരിയെ സ്മരണം ചെയ്തുകൊണ്ട് ശ്രീ ഗണപതിക്കാണ് നമസ്കാരം. ശ്രീയുടെ മഹാലക്ഷ്മി സങ്കല്പമില്ല. ഗണപതിയുടെ വിശേഷണമാണ് ശ്രീ ശബ്ദം. ഗണപതിക്ക് മാത്രമാണ് അവിടെ നമസ്കാരം ചെയ്തത്. അപ്പോൾ ഹരിശ്രീ ഗണപതയെ നമ എന്നതിൽ ഒരു കുട്ടിയുടെ നാവിൽ നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അവിടെ എഴുതണം. ഇതാണ് നിയമം. പക്ഷേ കുട്ടി അത് സമ്മതിക്കില്ല. കുട്ടി കരയും, ദേഷ്യം കയറും കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രഹസ്യമായി 51 അക്ഷരങ്ങൾ നാവിൽ എഴുതണം. അതിൻ്റെ രഹസ്യമാണ് ഹരിശ്രീ ഗണപതയെ നമ എന്നത്. ജ്യോതിശാസ്ത്രത്തിലും സംഗീതശാസ്ത്രത്തിലും ഓരോ അക്ഷരത്തിനും സംഖ്യ പറയുന്നുണ്ട്. അതിന് ഭൂതസംഖ്യ എന്നും പറയും, പരൽസംഖ്യ എന്നും പറയും. പരൽസംഖ്യ എന്ന് പറഞ്ഞാൽ കവടി, പരൽ കവടി. കവടിക്രിയ ചെയ്യുന്ന സമയത്ത് അക്ഷരങ്ങളാണ് കണക്ക് കൂട്ടുന്നതിൽ. അത് അക്ഷരം, സംഖ്യ, അക്ഷരത്തെ കൊണ്ടാണ് പറയുക. ഇപ്പോൾ ക ട പ യ ഇത് 1ആണ്. ഖ ഠ ഭ ര 2, ഗ ഡ ബ ല 3, ഖ ഠ ഭ വ 4, ങ ണ മ ശ 5, ച ത ഷ 6, ഝ ധ സ 7, ജ ദ ഹ 8, ഛ ധ ള 9, ന ഞ ഇതെല്ലാം ശൂന്യം, 0. ഈ സംഖ്യാപ്രകാരം ഹരിശ്രീ ഗണപതിയെ നമ എന്നതിൽ 51 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹരി എന്നത് ഹ 8ആണ്, ര 2ആണ്. അപ്പോൾ ഹരി 28. ഇടത്തേക്കാണ് ഇവർക്ക് സംഖ്യ വരുന്നത്. അങ്കാന വാമതോ ഗതി എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഹരി 28ആയി. അപ്പോൾ 28 അക്ഷരസങ്കല്പം ഹരി എന്ന ശബ്ദത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ശ്രീ എന്നത് 2, ഗ 3, ണ 5, പ 1, ത 6, എ എന്നത് 1, യ 1ആണ്, ന ശൂന്യം, മ 5. ഇത് മൊത്തം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ അതിൽ 51 എന്നത് കിട്ടുന്നുണ്ട്. അപ്പോൾ 51 അക്ഷരങ്ങളും ഈ കുട്ടിയുടെ നാവിൽ രഹസ്യമായിട്ട് എഴുതുവാനുള്ള ഒരു വാചകം, ഈ ഒരു വാചകം മാത്രമേ ഉള്ളൂ. അവിടെ ഗണപതിക്ക് തന്നെയാണ് പ്രാധാന്യം വന്നിരിക്കുന്നത്. സരസ്വതിയെ അവിടെ സങ്കല്പിക്കുന്നുണ്ട്. വിദ്യാരംഭം ചെയ്യുന്ന സമയത്ത് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഈ സങ്കല്പം സരസ്വതി ചെയ്തുകൊണ്ടാണ് ഗണപതിയുടെ നാമം എഴുതുന്നത്. ആദ്യം ഗണപതി സങ്കല്പം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചെറിയ കുട്ടിയുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗണപതി ചൈതന്യമുണ്ട്. അതിനെ പര എന്ന് പറയും. പര, പശ്യന്തി, മധ്യമ, വൈഖരി. ഞാൻ എന്നിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ പ്രവർത്തനം മൂലാധാരം മുതൽ തുടങ്ങിയെന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ കുണ്ടലിനി ശക്തി പ്രസരിപ്പിക്കുന്ന ക്രിയയിൽ കൂടി അത് ആ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഗണപതിയെ ഉണർത്തണം. അതിന് ഗണപതി എന്നൊരു പദം പ്രയോഗിക്കണം. അതിൽ 51 അക്ഷരങ്ങൾ, സങ്കല്പങ്ങൾ രഹസ്യമായി ഉൾക്കൊള്ളിക്കണം. ഇങ്ങനെ വരുന്ന സമയത്ത് ആചാര്യന്മാർ, ഗുരുക്കന്മാർ കണ്ടുപിടിച്ചതാണ് ഹരിശ്രീ ഗണപതയെ നമ.
അത് ഈ രഹസ്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അതിൽ 28 എന്ന് പറയുന്നത് 8 2 10 ആ 10ൻ്റെ കൂടെ ബാക്കിയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അത് 33 33 എന്ന് പറയുന്നത് 33 മുക്കോടി ദേവതമാരുടെ ഷോർട്ട് ഫോമാണ്. 11 ഭൂർലോക ദേവതമാർ, ഭൂലോക ദേവതമാർ, സ്വർലോക, ഇങ്ങനെ സങ്കല്പമുണ്ട്. ഇങ്ങനെ അനവധി രഹസ്യങ്ങളാണ് ഈ ഹരിശ്രീ ഗണപതി എന്ന മായുന്നതിൽ കിടക്കുന്നത്.